A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഫെബ്രുവരിയിലെ സെക്കൻഡ് ഇയർ ഇക്കണോമിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഈ വർഷത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കെല്ലാവർക്കും അറിയാം 26-ാം തീയതി ഇക്കണോമിക്സിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ്. ഫസ്റ്റ് ഇയറിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പലതും ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പലതും റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെൻ്ററി ഗുഡ്. താഴെ പറയുന്നവയിൽ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? പെൻ ആൻഡ് ഇങ്ക്, പേനയും മഷിയും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. പൂരകം അല്ലെങ്കിൽ അനുപൂരകം എന്ന് പറയും. ദെൻ ദ ഇൻപുട്ട് ദാറ്റ് എ ഫോം യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ്. ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ ഉൽപ്പാദക യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദക ഘടകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം. ഒരു നിസ്സംഗതാ വക്രത്തിൻ്റെ ചെരിവ് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ പേരെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെക്കോർഡ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഈസ് നോൺ ആസ്. സാധന സേവനങ്ങളുടെ മാറ്റക്കെടുതികളുടെയും റെക്കോർഡ് സൂക്ഷിക്കുന്നത് ഏത് പേരിലാണ്? കറണ്ട് അക്കൗണ്ട് എന്നുള്ള പേരിലാണ്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് ക്യാഷ് റിസർവ്സ് വിത്തിൻ ദ ബാങ്ക് ഈസ് കോൾഡ്. ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണത്തിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കുന്നു. അത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫൈൻഡ് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4 എണ്ണമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, പ്രൈസ് സപ്പോർട്ട്, ഓൾഡ് ഏജ് പെൻഷൻ, സ്കോളർഷിപ്പ്. അതിൽ പ്രൈസ് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങുവില, ഇതാണ് ഒറ്റപ്പെട്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ GNPക്ക് ആപ്റ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. GNP ഈക്വൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതാണ്. അത് ബാക്കി 3 കറക്റ്റ് അല്ല. അതിങ്ങനെയാണ്: GNP ഈക്വൽ GDP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് GNP ഈക്വൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ. തേർഡ് GNP ഈക്വൽ GDP പ്ലസ് ഡിപ്രീസിയേഷൻ. ഫോർത്ത് GNP ഈക്വൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GNP എന്ന് പറയുന്നത് GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, ദ പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഈസ് കോൾഡ്. ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രത്തിൽ സാധാരണ ലാഭം നേടുന്ന പോയിന്റ് ഏതാണ്? ബ്രേക്ക് ഈവൻ പോയിൻ്റാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 11th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇക്കോണമിയെ മൊത്തത്തിലുള്ള പഠനമാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ വില, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ്, ഇങ്ങനെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചിട്ടാണ് മൈക്രോ ഇക്കണോമിക്സ് സ്റ്റഡി നടത്തുന്നത്. മാക്രോ ഇക്കണോമിക്സ് ആകുമ്പോൾ ഇക്കോണമിയെ മൊത്തത്തിൽ നാഷണൽ ഇൻകം എത്രയാണ്, അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ എത്രയാണ്, ഇങ്ങനെ ഇക്കോണമിയെ മൊത്തത്തിലാണ് മാക്രോ ഇക്കണോമിക്സ് സ്റ്റഡി ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 2 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫോമിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് യൂണിഫോം പ്രൈസ് ആയിരിക്കും, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രൈസ് ടേക്കറാണ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ, പ്രൈസ് ടേക്കറായിട്ടാണ് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഫോമാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി അക്കോർഡിംഗ് ടു ദ മാക്രോ ഇക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ.
മാക്രോ എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 4 സെക്ടേഴ്സ് അതിനകത്ത് പറയുന്നത്. ഒന്നാമത്തേത് ഹൗസ് ഹോൾഡ്, അതുപോലെ ഫേംസ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. 4 സെക്ടറാണുള്ളത്. അതായത് ഗാർഹിക മേഖല, ഉൽപ്പാദന മേഖല, ഗവൺമെൻറ്, ഭാഗിക മേഖല. ഇങ്ങനെ 4. ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ 14th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്, റൈറ്റ് ഡൗൺ 1 എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്താണ്? അതായത് ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്തിമ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫൈനൽ ഗുഡ്. ദെൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് വെച്ചാൽ വേറൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഫ്ലോർ ഉപയോഗിക്കുന്നു, ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡിന് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ 15th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 2 എക്സാമ്പിൾ ഫോർ നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൻ്റെ ഒരു അടിസ്ഥാനമാണ് ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ടാക്സ് അല്ലാതെ വരുന്ന റവന്യൂ ആണ്. ഫൈന്, ഫീസ് ഒക്കെ നോൺ ടാക്സ് റവന്യൂവിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് 16th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എന്തുൽപ്പാദിപ്പിക്കണം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ എന്താണോ ആവശ്യം. ഫുഡ് ഷോർട്ടേജ് ഉള്ള സമയത്താണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ മാസ്കും സാനിറ്റൈസറും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ആവശ്യം അതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏത് ടെക്നോളജിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലേബർ ഇൻറ്റൻസീവ് വേണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വേണോ? ലേബേഴ്സ് കൂടുതലാണ് നമുക്കുള്ളതെങ്കിൽ, തൊഴിലാളികളാണ് നമുക്ക് കൂടുതലുള്ളതെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ലേബേഴ്സാണ് കൂടുതലുള്ളത്, തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ക്യാപിറ്റലാണ് കൂടുതലുള്ളത്, അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ തൊഴിലാളികളും കുറച്ച് മൂലധനവും ഉപയോഗിച്ച് നടത്തുന്ന ഉൽപ്പാദന പ്രക്രിയ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്യാപിറ്റലും കുറച്ച് തൊഴിലാളികളും ഉപയോഗിച്ച് നടത്തുന്ന ഉൽപ്പാദനം. അതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഏതാണോ ആവശ്യം, അല്ലെങ്കിൽ ഏതാണോ സമ്പദ് വ്യവസ്ഥയിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്ക്, അതനുസരിച്ചിട്ട് വേണം അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ്, സാധാരണ വരാറുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ചോയ്സ് ഓഫ് ടെക്നിക്കുമായിട്ട്, സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വരുന്നതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർ അവർ ഉൽപ്പാദിപ്പിച്ചത് അവർക്ക് എങ്ങനെ വിതരണം ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മളതിനകത്ത് മെയിനായിട്ട് എഴുതേണ്ടത്. അടുത്തതായിട്ട് വരുന്നതാണ് 17th ക്വസ്റ്റ്യൻ, ഡ്രോ എ ഡിമാൻഡ് കർവ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് വരയ്ക്കുക. ഡിമാൻഡ് കർവ് മുകളിൽ നിന്ന് താഴത്തോട്ടേക്കാണ് ചെരിഞ്ഞിരിക്കുന്ന രേഖയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിൽ വിപരീത ദിശയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതർ തിങ്സ് റിമൈൻസ് സെയിം, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസസ്, ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ഡിക്രീസസ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിക്രീസസ്, ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ഇൻക്രീസസ്. അതായത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിൽ വിപരീത ദിശയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് നിയമം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇക്വിലിബ്രിയം എന്നുള്ള ആ കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇക്വിലിബ്രിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് സപ്ലൈയും തുല്യമാകുന്ന ബിന്ദുവാണ് ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇക്വിലിബ്രിയം പ്രൈസ്, സന്തുലിത വില നിർണ്ണയിക്കപ്പെടുന്നത്. അതിന് മുകളിലുള്ള ഭാഗം നമുക്ക് ഡിമാൻഡ് കർവ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിമാൻഡ് കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് വരും. സപ്ലൈ കർവ് എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് വരച്ച് നോക്കുക കറക്റ്റായിട്ട്. ഡിമാൻഡ് കർവ് DD, ദെൻ സപ്ലൈ കർവ് SS എന്ന് പറയും. അപ്പോൾ മുകളിലുള്ള ഭാഗം സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണ്. അപ്പോൾ ആ ഭാഗമാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. താഴെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണ്. അപ്പോൾ അതാണ് താഴത്തെ ഭാഗമാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സന്തുലിത ഡിമാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സന്തുലിത
വില എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇതിനകത്തുണ്ട്. സംശയമുള്ള ആർക്കെങ്കിലും അതെടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഡിമാൻഡ് സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അതിന് മുകളിലായിട്ടുള്ള ഭാഗം എക്സസ് സപ്ലൈ ആണ്, താഴെയുള്ള ഭാഗം എക്സസ് ഡിമാൻഡാണ്. മുകളിലുള്ള ഭാഗത്ത് ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും, താഴെയുള്ള ഭാഗത്ത് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 19th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എങ്ങനെയാണ്? അതായത് ഹൗസ് ഹോൾഡും ഫേംസും മാത്രമാണുള്ളത്. അപ്പോൾ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്ക് വരുന്ന ഹൗസ് ഹോൾഡ് അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഫേംസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആരോമാർക്ക് എവിടേക്ക് വരും? ഫേംസിലേക്ക് വരും അല്ലേ? അപ്പോൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസറെ ഹൗസ് ഹോൾഡ് ഫേമിലേക്ക് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ റെമ്യൂണറേഷൻ, അതിൻ്റെ പ്രതിഫലം ഫേം എവിടേക്ക് കൊടുക്കും? ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കും. അപ്പോൾ ആരോമാർക്ക് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകും, അതിൻ്റെ മണി വാല്യൂ. ദെൻ അപ്പോൾ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എവിടേക്ക് പോകും? ഹൗസ് ഹോൾഡിലേക്ക് പോകും. ദെൻ ഈ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആരാണ് വാങ്ങിക്കുന്നത്? ഹൗസ് ഹോൾഡാണ് വാങ്ങിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ്, ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഫ്ലോ വരും. അതിൻ്റെ വില ഹൗസ് ഹോൾഡ് ഫേംസിലേക്ക് കൊടുക്കുന്നു. കൃത്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. വീഡിയോ സംശയമുള്ളൊരു വീഡിയോ എടുത്ത് നോക്കുക. ഓക്കെ. ദെൻ അടുത്തതായിട്ട് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സ് ആൻറ്റിയും എക്സ്പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എക്സ് ആൻറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 100 മാർക്ക് കിട്ടുമെന്ന് എക്സാമിന് 100 മാർക്ക് കിട്ടുമെന്ന് നമ്മൾ പറയുന്നു, അതാണ് എക്സ് ആൻറ്റി എന്ന് പറയുന്നത്. എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലായിട്ട് നമ്മൾ വിൻ ചെയ്തത്, അതായത് 100 മാർക്ക് കിട്ടുമെന്ന് പറയുന്നതിന് നമ്മൾ എക്സ് ആൻറ്റി എന്ന് പറയും. എക്സ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 80 മാർക്കേ കിട്ടിയുള്ളൂ, അപ്പോൾ 80 എക്സ്പോസ്റ്റ് എന്ന് പറയും. ഓക്കെ. അപ്പം പ്ലാൻ ചെയ്യുന്നതും എക്സാക്റ്റ് നമുക്ക് ലഭിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എക്സ് ആൻറ്റിയും എക്സ്പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടിത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോ എടുത്ത് നോക്കുക. എല്ലാവർക്കും ഇത് കൃത്യമായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.